രണ്ടാമത്തെ ദിവസം KLF കാണാൻ വേണ്ടി പോവാണ്. രാവിലെ തന്നെ നന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി ഞങ്ങൾ ഇറങ്ങി KLF കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ എത്തിയോണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ അത്യാവശ്യം നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോസൊക്കെ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇനി പോസ്റ്റ് ചെയ്യാവേ. പിന്നെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ബുക്ക് ഞങ്ങൾ മേടിച്ചു വായിക്കാനായിട്ട്. ഒരുപാട് ബുക്ക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ബുക്ക് മേടിച്ചു. പിന്നെ #KLF എന്ന് തന്നെ ഇതിനകത്ത് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നന്നായിട്ട് ക്ഷീണിച്ചു. കുറേ നേരം ഞങ്ങൾ ബീച്ചിലൊക്കെ കളിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊന്ന് ഒരു മുറിക്ക് ഇരുന്നാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തി ഞങ്ങൾ ഒരു മുറിക്ക് പോയിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും പ്രകാശ് രാജിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കണ്ടു. സെയിം സ്റ്റേജിൽ തന്നെ അകം മ്യൂസിക് ബാൻഡിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നേ. എനിക്ക് ആ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് കഴിഞ്ഞപ്പോഴേക്കും 10-10:30 സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് നേരെ പോയത് KSRTC ബസ് സ്റ്റാൻഡിലോട്ടായിരുന്നു കേട്ടോ.